തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എതിരാളികളെ വീഴ്ത്താൻ ഏത് മാർഗവും സ്വീകരിക്കാൻ മടിയില്ലെന്നാണ് മോദി സർക്കാർ ഇപ്പോൾ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തെ പിളർത്തിയും ആ സഖ്യത്തിലെ ഘടകകക്ഷി നേതാക്കളെ കേസിൽ കുരുക്കിയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചുമെല്ലാം കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. പിളർപ്പുകളും അറസ്റ്റുകളും വഴി ഇന്ത്യ സഖ്യത്തെ വലിയ സമ്മർദ്ദത്തിലാക്കാൻ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക തന്നെ വേണം. ഡൽഹി ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനുമായ മനീഷ് സിസോദിയ, DMK നേതാവും തമിഴ്നാട് മന്ത്രിയുമായ സെന്തിൽ ബാലാജി എന്നിവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ഇതിന് പിന്നാലെയാണിപ്പോൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട NDAയിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെയാണ് അയൽ സംസ്ഥാനമായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അറസ്റ്റും നടന്നിരിക്കുന്നത്. അടുത്തതാര് എന്ന ചോദ്യം ഉയരുമ്പോൾ ചങ്കിടിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനാണ്. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന അവസ്ഥയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കഴിയുന്നത്. മറ്റു ചില പ്രതിപക്ഷ നേതാക്കളും സമാന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പിളർപ്പുകളും അറസ്റ്റുകളും സൃഷ്ടിച്ച് ഇന്ത്യ മുന്നണിയെ തന്നെ നാമാവശേഷമാക്കാനാണ് BJP ശ്രമിക്കുന്ന ആരോപണമാണ് പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ ഉയർത്തുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ഡൽഹി മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ, അതായത് ED, നിരവധി തവണയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ പ്രചാരണം നടത്തുന്നത് തടയുന്നതിനായി അറസ്റ്റ് ഉറപ്പാണെന്ന് കേജ്രിവാളും പറയുന്നത്. അതായത് 100% അറസ്റ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് കേജ്രിവാൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തം. ഡൽഹി ഉപമുഖ്യമന്ത്രി ആയിരുന്ന മനീഷ് സിസോദിയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജയിലിലായിട്ട് 11 മാസമായി എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട CBI അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സിസോദിയ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അറസ്റ്റ് ചെയ്തതോടെ കുരുക്ക് കൂടുതൽ മുറുകയാണുണ്ടായത്. കേജ്രിവാൾ അറസ്റ്റിലായാലും സംഭവിക്കാൻ പോകുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും. ബീഹാർ മുൻ മുഖ്യമന്ത്രിമാരായ ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാബറി ദേവി, മക്കളായ തേജസ്വി യാദവ്, മിസ ഭാരതി, ഹേമ യാദവ് എന്നിവരുൾപ്പെട്ട RJD കുടുംബവും നിലവിൽ അറസ്റ്റ് ഭീഷണിയാണുള്ളത്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്തതിനു ശേഷമുള്ള തുടർ നടപടികളെ കോൺഗ്രസും ഏറെ ഭയപ്പാടയോടെയാണ് കാണുന്നത്. ലാലു കുടുംബം മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. വീരശൂര പരാക്രമിയായ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പോലും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് കണ്ട് ഭയന്നിരിക്കുകയാണ്. മോദിക്ക് മൂന്നാം ഊഴം ഉറപ്പുവരുത്തുന്നതിനായി സാധ്യമായതെല്ലാം ചെയ്താണ് BJP ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത്. അഥവാ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ സ്വീകരിക്കേണ്ട ഓപ്പറേഷൻ Bയും അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ സഖ്യം സർക്കാർ ഉണ്ടാക്കിയാൽ വലിയ തോതിലുള്ള പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് മോദി ഭരണകൂടം അസാധാരണമായ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടന്നിരിക്കുന്നത്. അഴിമതിക്കെതിരെ പോരാടാൻ രൂപീകരിച്ച ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളെ ഉൾപ്പെടെ കുടുക്കുക വഴി ഭാവിയിലെ ഭീഷണിയെയാണ് നുള്ളിക്കളയാൻ BJP ശ്രമിച്ചിരിക്കുന്നത്. ഡൽഹിക്കും പഞ്ചാബിനും പുറമെ ഹരിയാനയിലും മോദിയുടെ തട്ടകമായ ഗുജറാത്തിലും ഉൾപ്പെടെ വേരുറപ്പിച്ചു വരുന്നതിനിടെയാണ് ആം ആദ്മി പാർട്ടി നേതൃത്വത്തെ BJP ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. ഈ പൂട്ടുപൊളിച്ച പ്രതിപക്ഷ നേതാക്കൾ പുറത്തു വരുമോ എന്നത് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അറസ്റ്റിലാകുന്നവർക്കും ചോദ്യം ചെയ്യുന്നവർക്കുമെതിരെ അഴിമതി കേസുകൾ നിലവിലുണ്ടെന്നത് ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ ഇതെല്ലാം തന്നെ കള്ളക്കേസുകൾ ചുമത്തി കൊടുക്കുന്നതാണെന്ന വാദത്തിലാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. BJPക്കെതിരെ നീങ്ങിയാൽ ജയിൽ, ഒപ്പം കൂടിയാൽ പദവികളും സംരക്ഷണവും എന്നാണ് BJPയുടെ നയം. ഇതിന് ചൂണ്ടിക്കാട്ടാൻ നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് ലഭിച്ച പരിരക്ഷ ഇതിന് ഒന്നാം തരം ഉദാഹരണമാണ്. അതേസമയം നിർണായക ഘട്ടങ്ങളിൽ പാർലമെന്റിൽ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെയും മോദിയുടെ ഏജൻസികൾ ഇതുവരെയും തൊട്ടിട്ടുമില്ല. ഇനി അങ്ങോട്ട് തൊടാനും പോകുന്നില്ല. പവാർ കുടുംബത്തിന് പുറമെ അഴിമതി കേസുകളിൽ കേന്ദ്രത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന പ്രധാന നേതാവാണ് ജഗൻമോഹൻ റെഡ്ഡി. ഇങ്ങനെ ഒപ്പമുള്ളവരെ സംരക്ഷിച്ചും എതിരാളികളെ കുരുക്കിയും മുന്നോട്ടു പോകുന്ന മോദി സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചായാലും കേന്ദ്രഭരണം നിലനിർത്തും എന്ന വാശിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനായി അയോധ്യയിലെ രാമക്ഷേത്രവും പൗരത്വ നിയമ ഭേദഗതിയും മാത്രമല്ല ഗ്യാൻവാപ്പി പള്ളിത്തർക്കവും ഉപയോഗപ്പെടുത്തുവാനാണ് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത്.
പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് ഇടതുപക്ഷ കേരളവും തമിഴ്നാട് സർക്കാരും പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്.